മനുഷ്യ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങൾ എന്നുള്ള വിഷയമാണ് ഇൻഷാ അല്ലാഹ് ഏതാനും സമയത്തിൽ നമ്മളിവിടെ മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും പോകുന്നത്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ആദ്യമായി അള്ളാഹു ഇറക്കിയ വചനം അത് സൂറത്തുൽ അലഖിലെ ആദ്യ വചനങ്ങളാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലസീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആയത്തുകളാണ് ഏറ്റവും ആദ്യമായിട്ട് ഇറക്കിയത്. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന നമ്മൾ ഒരു പക്ഷേ ആലോചിച്ച് കാണും, എന്താണ് ആ പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം, ഉദ്ദേശം. നോക്കൂ നിങ്ങൾ, ഇഖ്റ ബിസ്മി റബ്ബിക്ക എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം പൂർത്തിയായില്ലേ? ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്കണമെന്നാണ്. ബിസ്മി റബ്ബിക്ക എന്ന് പറഞ്ഞാൽ താങ്കളുടെ നാഥൻ്റെ നാമത്തിൽ എന്നാണ്. അത് പറഞ്ഞാൽ തന്നെ അർത്ഥം പൂർത്തിയായില്ലേ? പക്ഷെ അള്ളാഹു അവിടം കൊണ്ട് നിർത്തിയിട്ടില്ലല്ലോ. അതിനുശേഷം ഒരു ചെറിയ വാക്യം കൂടെ അള്ളാഹു ചേർത്തു, അല്ലദീ ഖലഖ് എന്ന്, സൃഷ്ടിച്ചവനായ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം പരിശോധിക്കുകയാണെങ്കിൽ അവിടെയും നമുക്കൊരു കൗതുകം കാണാൻ സാധിക്കും. റബ്ബിനെ പറഞ്ഞ സമയത്ത് റബ്ബിക്ക, താങ്കളുടെ നാഥൻ എന്ന് എടുത്തു പറഞ്ഞു. അതേ സമയത്ത് സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞ സമയത്ത് ഖലഖക, താങ്കളെ സൃഷ്ടിച്ചവെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ താങ്കളുടെ നാഥനെയാണ് താങ്കൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ എല്ലാറ്റിനെയും സൃഷ്ടിച്ചവനായ ആ നാഥനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇഖ്റ ബിസ്മി റബ്ബിക്ക എന്ന് പറയുമ്പോൾ താങ്കളുടെ നാഥന്റെ നാമത്തിൽ വായിക്കണമെന്ന് പറഞ്ഞിട്ട് അല്ലസീ ഖലഖ, എല്ലാറ്റിനെയും സൃഷ്ടിച്ചവനായ, താങ്കളെ സൃഷ്ടിച്ചവനായ എന്നല്ല. അപ്പോൾ അള്ളാഹുവാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് എന്ന് ഒരു മനുഷ്യൻ നിഷ്പക്ഷമായി മനസ്സിലാക്കുകയാണെങ്കിൽ ആ മനുഷ്യന് ആ ഏകനായ സൃഷ്ടാവിനെ കണ്ടെത്താനും ആ സൃഷ്ടാവ് പറഞ്ഞതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ നോക്കണം, അങ്ങനെയാണെങ്കിൽ ഏതാ നമ്മൾ പഠിക്കുക? ഏതിൻ്റെ സൃഷ്ടിപ്പാ പഠിക്കുക? അള്ളാഹു ഒരുപാട് സംഗതികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ലോകത്ത് കാണുന്നതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് നമ്മൾ പഠിക്കുക? ഏതിൻ്റെ സൃഷ്ടിപ്പാ പഠിക്കുക? ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ ചെടി വളരുന്നത് പഠിക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് അത്ഭുതം തോന്നും. ഇപ്പോൾ നോമ്പുകാലാണല്ലോ, ഈത്തപ്പഴവും കാരക്കയൊക്കെ നല്ല പരിചയമാണ് നമുക്ക്. ഈത്തപ്പഴത്തിൻ്റെ കുരു അത് നമ്മുടെ പല്ല് കൊണ്ട് പൊട്ടിക്കാൻ ശ്രമിച്ചാൽ പല്ലേ പൊട്ടുള്ളൂ, ഈത്തപ്പഴത്തിൻ്റെ കുരു പൊട്ടൂല. അത്രയും ഉറപ്പുള്ള കാഠിന്യമുള്ള ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ കുരു കുറച്ച് ദിവസം മണ്ണിലിട്ട് കഴിഞ്ഞാൽ, കുറച്ച് വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ, പിന്നീട് ആ ഈത്തപ്പഴത്തിൻ്റെ ഏറ്റവും കാഠിന്യമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞ, നമ്മുടെ പല്ല് പോലും പൊട്ടിപ്പോകുമെന്ന് നമ്മൾ പറഞ്ഞ ആ തോട് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ പല്ലിനേക്കാൾ ശക്തിയുള്ള ആളാണോ പുറത്തേക്ക് വരുന്നത്? ആലോചിച്ച് നോക്കൂ. ഒരു ചെറിയ ഇലയാണ് വരുന്നത്. ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന ചെറിയൊരു ഇലയാണ് ആ പാറ പോലെ ഉറച്ച പുറന്തോടിനെ, ആ ഈത്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ തോടിനെ പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അള്ളാഹുവിന് അങ്ങനെ ഒരു കാഠിന്യമുള്ള പുറന്തോടിനെ പൊട്ടിക്കാൻ ഒരു ചെറിയ ഇല പോലും മതി, നമ്മുടെ പല്ലുകൊണ്ട് പോലും സാധിക്കാത്തത്. ഇനി മറ്റെന്തിൻ്റെ സൃഷ്ടിപ്പെടുത്ത് നോക്കുകയാണെങ്കിലും ഒട്ടകങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്നുള്ള അള്ളാഹു ചോദിച്ചില്ലേ? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മൃഗശാലയിൽ പോയിട്ട് കുറച്ചു കാലം ഒട്ടകത്തെ ഇങ്ങനെ നോക്കി നിൽക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഒട്ടകത്തിൻ്റെ സൃഷ്ടിപ്പിലേക്കാണ് നമ്മളോട് നോക്കാൻ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഒരൊറ്റ വലിക്ക് 130 ലിറ്റർ വെള്ളം അകത്താക്കാൻ ഒട്ടകത്തിന് കഴിയും. ഒട്ടകത്തിൻ്റെ ഭാരത്തിൻ്റെ 1/3 വെള്ളം കുടിക്കാൻ 10 മിനിറ്റ് മതി. ഒട്ടകത്തിൻ്റെ ഭാരം 90 കിലോഗ്രാം ആണെങ്കിൽ 30 കിലോഗ്രാം വെള്ളം കുടിക്കാൻ 10 മിനിറ്റ് മതി എന്നർത്ഥം. ഒട്ടകത്തിൻ്റെ കണ്ണ് അള്ളാഹു കൊടുത്തിരിക്കുന്നത് കണ്ണടച്ചു കഴിഞ്ഞാലും പുറത്തേക്ക് കാണുന്ന തരത്തിലുള്ള കണ്ണാണ്. മരുഭൂമിയിലൂടെ യാത്ര പോകുന്ന സമയത്ത് മണലിങ്ങനെ പാറി വന്ന് കണ്ണിലേക്ക് അടിക്കുമ്പോൾ
കണ്ണടച്ചു പോകും നമ്മളൊക്കെയാണെങ്കിൽ. പക്ഷേ ഒട്ടകം കണ്ണടച്ചാലും പുറത്തേക്ക് കാഴ്ച കിട്ടും. എന്തൊരു സൃഷ്ടിപ്പാണെന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒട്ടകത്തിന്റെ കാലുകളിലേക്ക് നോക്കിയാൽ നമുക്ക് പറയാൻ തോന്നും ആ കാലൊക്കെ മണലിൽ അങ്ങ് ആണ്ടു പോവില്ലേ എന്ന്. പക്ഷെ ഒട്ടകം എത്ര വേഗതയിലാണ് മണലിലൂടെ ഓടിപ്പോകുന്നത്. കാരണം അതിൻ്റെ കാലിൻ്റെ അറ്റത്ത് ബലൂണ് പോലെയുള്ളൊരു സംഗതിയുണ്ട്, ഒരു ബ്ലാഡർ ഉണ്ട്. മണലിലേക്ക് അതിൻ്റെ കാലങ്ങ് കുത്തുന്ന സമയത്ത് ആ കാൽപാദത്തിൻ്റെ അടിഭാഗം അങ്ങ് പരന്നു പോവും, ഒരു ബലൂണിൽ വെള്ളം നിറച്ച പോലെ. അത് മണലിലങ്ങ് ആണ്ടു പോവാത്ത രൂപത്തിൽ അതിൻ്റെ പ്രതലത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. അതിൻ്റെ ഉള്ളിൽ പ്രത്യേകമായ സ്ഥലങ്ങളുണ്ട്, തൊലികളുണ്ട്. താഴെ നിന്നുള്ള ചൂട് അതിൻ്റെ മേലേക്ക് എത്താൻ അതിനുവേണ്ടി കുറച്ച് പ്രയാസം ഉണ്ടാവും. ചൂടിന് അങ്ങനെ എത്താൻ കഴിയില്ല. ഉയരമുള്ള കാലുകളാണ്. മാത്രമല്ല അടിഭാഗത്ത് പ്രത്യേകമായ സ്കിൻ, പ്രത്യേകമായ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുണ്ടുകൾ കീറിയിട്ടാണ് ഉള്ളത്. ഏറ്റവും പ്രയാസമുള്ള മുൾച്ചെടികളെപ്പോലും അതിൻ്റെ ചുണ്ടുകൾക്ക് യാതൊരു പരിക്കുമേൽക്കാതെ അതിന് കഴിക്കാൻ പറ്റും. 40 കിലോഗ്രാം നെയ്യ് അതിൻ്റെ ഉള്ളിൽ ശേഖരിച്ചു വെക്കുന്നുണ്ട്. 6 മാസത്തോളം അതിന് ഭക്ഷണവും വെള്ളവും കിട്ടിയിട്ടില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. 8 ദിവസത്തോളം 50 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ വെള്ളം കിട്ടാതെ അതിന് ജീവിക്കാൻ പറ്റും. എന്തൊക്കെ അത്ഭുതമാണ് ഒട്ടകം എന്നുള്ളൊരു സൃഷ്ടിപ്പിലല്ലേ. അവിടെയാണ് അള്ളാഹുവിന്റെ ചോദ്യം, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കിയിട്ടുണ്ടോ എങ്ങനെയാണ് നാം അതിനെ സൃഷ്ടിച്ചത് എന്ന്. അപ്പോൾ ഏതിലേക്ക് നോക്കിയാലും അത്ഭുതങ്ങൾ കാണാൻ പറ്റും. ഇനി നമ്മൾ ഈ കാണുന്ന ഭൂമിയിലേക്ക് നോക്കിയാലോ. ഇപ്പൊ ഞാനും നിങ്ങളുമൊക്കെ ഈ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളിരിക്കുന്ന ഈ ഒരു ഓഡിറ്റോറിയം, ഈ സീറ്റും ഒക്കെ വളരെ സുന്ദരമായ രൂപത്തിൽ, ഭദ്രമായ രൂപത്തിൽ നമുക്കിങ്ങനെ ആശ്വസിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നുണ്ടോ ഈ ഓഡിറ്റോറിയവും ഈ ഭൂമിയും ഒക്കെ നമ്മളെയും കൊണ്ട് കറങ്ങുന്നുണ്ട്. ചെറിയ കുട്ടികൾ ഫുട്ബോളൊക്കെ ഇങ്ങനെ കയ്യിലിട്ട് കറക്കുന്നത് പോലെ ഈ ഭൂമി, നമ്മൾ താമസിക്കുന്ന ഈ മണ്ണുണ്ടല്ലോ, ഈ ഭൂമി, അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്രയാണ് അതിൻ്റെ വേഗത? സാധാരണ നമ്മുടെ ബസ്സൊക്കെ പോകുന്ന വേഗത നമ്മൾ പറയാറുള്ളത് 80, 90, 100 എന്നൊക്കെയാണ്. എന്താ അതിൻ്റെ അർത്ഥം? 1 മണിക്കൂർ കൊണ്ട് ബസ് 100 കിലോമീറ്റർ അപ്പുറത്തേക്ക് എത്തും. കുട്ടികൾ ബൈക്കിലേക്ക് പോകുന്ന സ്പീഡൊക്കെ നമുക്കറിയാം. പ്രായം ചെന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒരു 40, 50 ബൈക്കിൽ പോവുക. 1 മണിക്കൂർ കൊണ്ട് 40, 50 അപ്പുറത്തേക്ക് എത്തുന്ന അർത്ഥം. നമ്മുടെ ട്രെയിനൊക്കെ പോകുന്ന വേഗത 140, 160 ഒക്കെയാണ്. 1 മണിക്കൂർ കൊണ്ട് 160 കിലോമീറ്റർ അപ്പുറത്തേക്ക് എത്തും ആ പോക്ക് പോയാൽ. എന്നാൽ നമ്മളിരിക്കുന്ന ഈ ഭൂമി നമ്മളെയും കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് 1670 കിലോമീറ്ററാണ് 1 മണിക്കൂറിൽ. എന്ന് പറഞ്ഞാൽ വിമാനം പോലും അതിൻ്റെ പകുതി വേഗതയിലേ പോകുന്നുള്ളൂ. വിമാനം പോകുന്ന വേഗത 1 മണിക്കൂറിൽ 870, 850 ഒക്കെയാണ്. അപ്പോൾ വിമാനം പോകുന്ന വേഗതയുടെ ഇരട്ടി വേഗതയിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഈ സീറ്റും ഈ ഓഡിറ്റോറിയം ഒക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിമാനം പോകുന്നതിന്റെ ഇരട്ടി വേഗതയിലാണ് കറങ്ങുന്നത്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, എന്നിട്ട് എന്താ നമ്മുടെ ഈ സീറ്റൊന്നും കുലുങ്ങാത്തത്? നമ്മൾ എന്താ ഇതൊന്നും അറിയാത്തത്? അത് ഹജ്ജിനും ഉംറയ്ക്കും പോയ ആളുകൾക്ക് എനിക്ക് പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റും. ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ വിമാനം മേലേക്ക് പൊങ്ങിയതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ ആ വിമാനം പറക്കുന്ന പോലെ തോന്നുമോ, അതോ അവിടെ നിർത്തിയിട്ട പോലെ തോന്നുമോ? അത് മാത്രം ആലോചിച്ചാൽ മതി. ഈ ഓഡിറ്റോറിയം മാത്രമല്ല, ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള അന്തരീക്ഷവും ഇതിനോടൊപ്പം കറങ്ങുന്നുണ്ട് ഒരേ വേഗതയിൽ. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ കറക്കം മനസ്സിലാവാത്തത്. അല്ല എങ്കിൽ 1670 കിലോമീറ്റർ വേഗതയിലൊക്കെ നമ്മളെയും കൊണ്ട് ഭൂമി കറങ്ങിക്കൊണ്ടിരുന്നാൽ നമ്മൾ തെറിച്ചു പോകില്ല ഇതിൻ്റെ മേലേന്ന്. അപ്പൊ അള്ളാഹു നമുക്ക് അതിമനോഹരമായ രൂപത്തിലാണ് ഇവിടെ സംവിധാനം ഒരുക്കിയത്. ഇനി മാത്രല്ല, സ്വന്തം ഈ ഒരു കറക്കം മാത്രമല്ല ഭൂമിക്കുള്ളത്. ഭൂമി സൂര്യന്റെ ചുറ്റും ഓടുന്നുണ്ട്, സൂര്യന്റെ ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഓട്ടത്തിന്റെ വേഗത 1 സെക്കൻഡിൽ 30 കിലോമീറ്ററാണ്. 1 സെക്കൻഡിൽ 30 കിലോമീറ്റർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ വാച്ചിലെ സൂചി ഒരു ചാട്ടം ചാട, അല്ലെങ്കിൽ ഒരു കൈയടിക്കുന്ന ശബ്ദം, അപ്പോഴേക്ക് ഇവിടെ ഉണ്ടായിരുന്നൊരു സാധനം 30 കിലോമീറ്റർ അപ്പുറത്തെത്തി. എത്ര വേഗതയിലാണ് പോണത്? 1 സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ സൂര്യന് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഈ ഓട്ടവും ഈ ഇളക്കവും ഒന്നും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, നമ്മളത് അറിയുന്ന പോലുമില്ല. അവിടെയാണ് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത്, ഈ ഒരു ഭൂമിയെ ഈ രൂപത്തിൽ ഇങ്ങനെ ആട്ടിയിട്ടും ഇളക്കിയിട്ടും ഒന്നും നിങ്ങൾക്കത് അറിയുന്നില്ല എങ്കിൽ ഒരു പിഞ്ചു കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് ആ തൊട്ടിലിൻ്റെ ആട്ടം ആസ്വദിക്കുന്ന പോലെ നിങ്ങൾ ആ ആട്ടം ആസ്വദിക്കുകയാണെന്ന് അള്ളാഹു പറഞ്ഞത്. നമ്മൾക്ക് ഈ ഇളക്കമുള്ളത് കൊണ്ട് നമ്മളത് ആസ്വദിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല. ഒരു ചെറിയ കുട്ടി തൊട്ടിലിൽ കിടന്ന് ആ ആട്ടം ഇങ്ങനെ ആസ്വദിച്ചുറങ്ങുന്നത് പോലെ
നമ്മൾ ഈ ഒരു ഭൂമിയുടെ ഇളക്കവും ആസ്വദിച്ച് അങ്ങനെ കഴിയാണ്. അതാണ് അള്ളാഹു ചോദിച്ചത്, അലം യജ്അല്ലഹു അലം യജ്അലിൽ അർള മിഹാദ, ഞാൻ നിങ്ങൾക്ക് ഭൂമിയെ ഒരു തൊട്ടിലാക്കി തന്നില്ലേ. എന്താ തൊട്ടിലാക്കി തന്നില്ലേ എന്ന് പറഞ്ഞാൽ 2 കയറുകൊണ്ട് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് ഭൂമിയെ അവിടെ കെട്ടിത്തൂക്കിന്നാണോ? അല്ല, ഭൂമിക്ക് നല്ല ഇളക്കം കൊടുത്തു. പക്ഷെ നിങ്ങളൊരു പിഞ്ചു കുട്ടി ഉറങ്ങുന്നത് പോലെ അതിങ്ങനെ ആസ്വദിച്ച് ജീവിക്കുകയാണ് ഭൂമിയുടെ പുറത്ത്. അതാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതിൽ ഏത് പഠിക്കാനാണ് എളുപ്പം? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാ നമ്മൾ പഠിക്കുക? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചെടികളെ കുറിച്ച് പഠിക്കാം, ഭൂമിയെ കുറിച്ച് പഠിക്കാം, മൃഗങ്ങളെ കുറിച്ച് പഠിക്കാം, പക്ഷികളെ കുറിച്ച് പഠിക്കാം. പക്ഷികളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ദേശാടന പക്ഷികൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു 11,000-ഓളം കിലോമീറ്ററുകൾ താണ്ടിയിട്ട് 11 ദിവസം ഭക്ഷണം കഴിക്കാതെ. അത്തരം ചില പക്ഷികൾ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അവയുടെ തൂക്കം 500-600 ഗ്രാം മാത്രം, 1/2 കിലോ. എന്നിട്ട് ഭക്ഷണം നല്ലോണം അങ്ങ് കയറ്റും. എന്നിട്ട് അതിൻ്റെ ഭാരം ഇരട്ടിയാവും, 1200 ഗ്രാമൊക്കെ എന്ന് പറഞ്ഞാൽ 1.25 കിലോഗ്രാമൊക്കെ ആവും അതിൻ്റെ തൂക്കം. നമ്മളൊക്കെ നല്ലോണം ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഒന്നിനും പറ്റൂല അല്ലേ? നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചാൽ തറാവീഹിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. പക്ഷെ ഈ പക്ഷി അത് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് അതിൻ്റെ ഭാരം ഇരട്ടിയാക്കുന്നത് എന്തിനാണെന്നറിയോ? ഇനി 11 ദിവസം എനിക്ക് നിൽക്കാതെ പറക്കണം. ആ സമയത്ത് എനിക്ക് ഭക്ഷണമൊന്നും കിട്ടൂല. അതുകൊണ്ട് അത് ആ സമയത്തേക്കുള്ള ഭക്ഷണം നേരത്തെ കൂട്ടി അതിൻ്റെ ശരീരത്തിൽ ശേഖരിച്ചു വെക്കുകയാണ്. മാത്രമല്ല അത് ഉറങ്ങുന്നുണ്ട്. എങ്ങനെയാണ് ആ പക്ഷി ഉറങ്ങുന്നതെന്നറിയോ? ഈ 11,000 കിലോമീറ്ററോളം പറന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പക്ഷിയുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗം ഉറങ്ങുമ്പോൾ മറ്റേ ഭാഗം ഉണർന്നിരിക്കുക, മറ്റേ ഭാഗം ഉറങ്ങുമ്പോൾ ഈ ഭാഗം ഉറങ്ങിയിരിക്കുക. ഒരു വിമാനത്തിൽ പോകുന്ന പോലെ എങ്ങനെ പോകും പക്ഷി. ഒരു ഭാഗം ശ്രദ്ധിക്കും, മറ്റേ ഭാഗം ഉറങ്ങും. ഈ രൂപത്തിൽ ഡോൾഫിനും അങ്ങനെ ചില കഴിവുകളുണ്ട്. ഇനി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇത്രയധികം കിലോമീറ്ററുകൾ താണ്ടി എത്തുന്ന പക്ഷി അവിടെ കുറച്ചു കാലം കഴിഞ്ഞുകൂടി അവിടെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നീട് തിരിച്ച് സ്വന്തം നാട്ടിലേക്കൊരു പറക്കലുണ്ട്. ആ സമയത്ത് ആരാണ് വഴികാട്ടിയായിക്കൊണ്ട് മുമ്പിൽ പറക്കുക എന്നറിയോ? അവിടെ പ്രസവിച്ചുണ്ടായ ആ പിഞ്ചു കുഞ്ഞുങ്ങളാണ് മുമ്പിൽ വഴികാട്ടിയായി പറക്കുന്നത്. ആരാണ് ആ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് മാർഗദർശനം കാണിച്ചു കൊടുത്തത്? നിങ്ങളുടെ തള്ളപ്പക്ഷികൾ ഇരുന്നത് ഇന്ന രാജ്യത്താണ്, ഈ മരത്തിലാണ്, ഈ കൊമ്പിലാണ് എന്ന് ആരാ പറഞ്ഞു കൊടുത്തത്? ആരാണ് അവർക്ക് GPS ഓണാക്കി കൊടുത്തത്? ഞാൻ ഇങ്ങോട്ട് ഈ ഓഡിറ്റോറിയം എനിക്ക് പരിചയമില്ല, ആദ്യമായിട്ട് വരിക. ഞാൻ ഇങ്ങോട്ട് എൻ്റെ വീട്ടിൽ നിന്ന് GPS ഓണാക്കിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആ GPS ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് വഴി കൃത്യമായിട്ട് മനസ്സിലായി, ഇവിടെ ഞാൻ എത്തി, തെറ്റില്ലാതെ എത്തി. പക്ഷേ ഈ പക്ഷികൾക്ക് ആരാണ് GPS ഉണ്ടാക്കി കൊടുത്തത്? ഗൂഗിൾ മാപ്പ് ആരാണ് ഉണ്ടാക്കി കൊടുത്തത്? അള്ളാഹു അവയുടെ ഉള്ളിൽ ഇൻബിൽട്ട് ആയിക്കൊണ്ട് അവയെ അള്ളാഹു സൃഷ്ടിച്ച സമയത്ത് തന്നെ അവയുടെ ഉള്ളിൽ അള്ളാഹു GPS വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ GPS കൊണ്ടാണ്, ആ ഗൂഗിൾ മാപ്പ് കൊണ്ടാണ് ആ പക്ഷി ഒരു തെറ്റുമില്ലാതെ ആ പക്ഷിക്കുഞ്ഞുങ്ങൾ മുമ്പിൽ പറക്കുന്നത്. വലിയ പക്ഷികളല്ല മുമ്പിൽ പറക്കുന്നത്, അവിടെ നിന്ന് പുതിയതായിട്ടുണ്ടായ പിഞ്ചു കുഞ്ഞുങ്ങളാണ് മുമ്പിൽ പറക്കുന്നത്. എന്നിട്ട് അവർ മുമ്പിലേക്ക് പറക്കുന്നു. തൻ്റെ തള്ളപ്പക്ഷികൾ ഇരുന്നിരുന്ന അതേ മരത്തിൽ പോലും പോയി ചില പക്ഷികൾ ഇരിക്കുന്നു. നോക്കൂ നിങ്ങൾ, അള്ളാഹു നമുക്ക് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരികയാണ്. ആ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തന്നിട്ട് അള്ളാഹു നമ്മളോട് പറയുന്നൊരു വാക്കുണ്ട്, മനുഷ്യ നീ ഇതൊക്കെ ഒന്ന് വായിക്ക്. ഏതാ വായിക്കേണ്ടത്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഒട്ടകത്തെക്കുറിച്ച്, പക്ഷികളെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യ നീ ഒന്ന് വായിക്ക്. ആ വായനക്ക് നിനക്ക് പുസ്തകവും പേനയും വേണ്ട, നിനക്ക് ചുണ്ടും നാവും വേണ്ട. ഇതൊന്നുമില്ലാതെ നിനക്ക് വായിക്കാൻ പറ്റുന്ന വായനയാണ് അള്ളാഹു പറഞ്ഞ വായന. അതുകൊണ്ടാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിക്കൊടുത്ത സമയത്ത് ഒരു പേപ്പറോ പെന്നോ കയ്യിൽ കാണിച്ചു കൊടുത്തിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പേപ്പറോ അല്ലെങ്കിൽ ബുക്കോ കാണിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഇത് വായിക്ക് എന്നല്ല പറഞ്ഞത്. കയ്യിലൊരു പുസ്തകമില്ല, ഒരു പേപ്പറില്ല, ഒരു ഏടുമില്ല, ഒന്നുമില്ലാതെ വന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് നീ വായിക്ക് എന്ന്. എന്താ വായിക്കുക? എന്താണ് വായിക്കുക? ഇനി ഈ പറഞ്ഞയച്ചത് അള്ളാഹുവാണ്. അള്ളാഹുവിനറിയാം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വായന അറിയില്ല, എഴുത്തറിയില്ല. വായിക്കാൻ അറിയാത്ത ഒരാളോട് പോയിട്ട് നീ വായിക്ക് എന്ന് പറയാൻ എങ്ങനെ നമുക്ക് പറ്റൂ? അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും അയാളുടെ ചോദ്യം? ഞാൻ എന്താ വായിക്കേണ്ടത്, ഞാൻ എന്താ വായിക്കേണ്ടതെന്ന് ചോദിക്കും. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പേപ്പറോ പുസ്തകമോ ഏടോ ഒന്നുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ഇഖ്റ, നീ വായിക്ക്.
അപ്പൊ അത് ഏത് വായനയാ? പേപ്പർ വേണ്ട, ചുണ്ട് വേണ്ട, നാവ് വേണ്ട, ഇതൊന്നും വേണ്ടാത്തൊരു വായന വായിക്കാനാ പറഞ്ഞത്. അത് ഏതാണ് ഈ വായന? അത് കണ്ണ് തുറന്നുകൊണ്ട് ലോകത്തെ നോക്കിയിട്ടുള്ളൊരു വായന ഉണ്ട്. അങ്ങനെ വായിക്കുന്ന സമയത്ത് ഈ സൃഷ്ടികളുടെ മുഴുവൻ സൃഷ്ടാവിനെയും നമ്മൾ കണ്ടെത്തും, അകക്കണ്ണ് കൊണ്ട് കണ്ടെത്തും. അങ്ങനെ അകക്കണ്ണ് കൊണ്ട് കണ്ടെത്തിയ ഒരു മനുഷ്യന് പറയാൻ പറ്റും, ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മളെല്ലാവരും പറയാ, അള്ളാഹുവിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല, നാളെ മരിച്ചു പോയിട്ടേ കാണുള്ളൂ എന്നാണ്. പക്ഷേ അകക്കണ്ണ് കൊണ്ട് നമുക്ക് നമ്മുടെ റബ്ബിനെ കാണാൻ പറ്റും. എങ്ങനെ? ഈ രൂപത്തിൽ കണ്ണൊന്ന് ശരിക്ക് മിഴിച്ചു നോക്കി പുറം ലോകത്തേക്കൊന്ന് നോക്കിയാൽ ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് തിരിച്ചറിയാൻ ഒരു പ്രയാസവും ഇല്ല. ആ അകക്കണ്ണ് കൊണ്ട് ആ അള്ളാഹുവിനെ കണ്ടെത്താൻ കണ്ണ് കാണാത്ത ആൾക്കും സാധിക്കും. കണ്ണ് കാണാത്ത ആൾക്കും ആ റബ്ബിനെ കണ്ടെത്താൻ പറ്റും. ഇനി നിങ്ങൾ നോക്കൂ, അള്ളാഹു ഇവിടെ നമ്മളോട് വായിക്കാൻ പറഞ്ഞു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലസീ ഖലഖ് എന്നാണ് പറഞ്ഞത്. സൃഷ്ടിച്ചവനായ റബ്ബിന്റെ നാമത്തിൽ വായിക്കണം എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പിനെ അള്ളാഹു ഒന്നാമത്തെ ആയത്തിൽ തന്നെ കൊണ്ടുപോയിട്ട് വെച്ചു. സൃഷ്ടിപ്പ് എന്നുള്ളതിലേക്ക് നമ്മുടെ ശ്രദ്ധ അള്ളാഹു ഒന്നാമത്തെ ആയത്തിൽ തന്നെ കൊണ്ടുപോയി വെച്ചു. അപ്പൊ നമുക്കൊരു സംശയം തോന്നും, അങ്ങനെയാണെങ്കിൽ എന്തിന്റെ സൃഷ്ടിപ്പാ ഞാൻ വായിക്കുക? അതിന് മറുപടി ആയിക്കൊണ്ട് അള്ളാഹു രണ്ടാമത്തെ ആയത്തിൽ പറയാണ്, ഖലഖൽ ഇൻസാന മിൻ അലക്. മനുഷ്യനെ അള്ളാഹു അലക്കിൽ നിന്ന് സൃഷ്ടിച്ചു. അപ്പൊ നമ്മുടെ ശ്രദ്ധ വീണ്ടും മനുഷ്യന്റെ സൃഷ്ടിപ്പൊന്ന് പഠിച്ചാലോ, എന്നാൽ നമുക്ക് മനുഷ്യന്റെ സൃഷ്ടിപ്പൊന്ന് പഠിച്ചാലോ എന്നൊരു തോന്നൽ വരും. അവിടെയാണ് നമുക്ക് വളരെയധികം എളുപ്പമുണ്ടാക്കി തരുന്നത് അള്ളാഹു. മറ്റുള്ള ഒന്നിനെയും കുറിച്ച് പഠിക്കുന്ന പോലെയല്ല, മനുഷ്യനെ കുറിച്ച് പഠിക്കാൻ പുറത്തേക്കൊന്നും പോണ്ട. നമ്മളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ എന്തിനാ പുറത്തേക്ക് പോണത്? ഒട്ടകത്തെ കുറിച്ച് പഠിക്കാൻ ഒട്ടകത്തെ കാണാൻ പോകണല്ലോ, ദേശാടന പക്ഷികളെ കുറിച്ച് പഠിക്കാൻ അവയെ കാണാൻ പോകണല്ലോ. പക്ഷേ മനുഷ്യനെ കുറിച്ച് പഠിക്കാൻ സ്വന്തം വീട്ടിൽ സ്വന്തം റൂമിലിരുന്നാൽ മതി, എന്നിട്ട് നമുക്ക് നമ്മളെ കുറിച്ച് പഠിക്കാം. അപ്പൊ എങ്ങനെയാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ആയത്? എങ്ങനെയാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച് ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്? അതൊരു വലിയ അത്ഭുതമാണ്. നമ്മളത് മനസ്സിലാക്കണം, പഠിക്കണം. ഞാനും നിങ്ങളുമൊക്കെ നമ്മളുടെ ഉമ്മാന്റെ, നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ ഏതാനും ദിവസങ്ങൾ, 9 മാസവും 7 ദിവസവും ഒക്കെ നമ്മൾ ആ ഗർഭാശയത്തിൽ കഴിഞ്ഞുകൂടിയവരാണ്. അങ്ങനെ കഴിഞ്ഞുകൂടിയതിന് ശേഷമാണ് ഈ ലോകത്തേക്ക് നമ്മൾ വന്നത്. ആ ലോകം ഒരു വളരെ അത്ഭുതകരമായ ലോകമായിരുന്നു. 5 പൈസന്റെ പണിയെടുത്തിട്ടില്ലെങ്കിലും നന്നായിട്ട് ഭക്ഷണം കിട്ടിയിരുന്നു, അല്ലെ? ഒരു പ്രയാസമില്ലാതെ ഭക്ഷണം കിട്ടിയിരുന്നൊരു ലോകമാണത്. 2 ഇരട്ട കുഞ്ഞുങ്ങളാണ് ആ ഗർഭാശയത്തിൽ നിന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ സംസാരിക്കുന്നത് നമുക്കൊന്ന് ഊഹിക്കാൻ പറ്റും. ഒരാളൊരു പക്ഷേ പറഞ്ഞേക്കും, ഈ കയ്യിൻ്റെയും കാലിൻ്റെയും ഒന്നും ആവശ്യമില്ലടാ, എന്തിനാണ് നമ്മുടെ ഈ കൈ, എന്തിനാ കാല്, എന്തിനാ കണ്ണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ സുഖമായിട്ട് ജീവിക്കാലോ, നോക്ക് നീ, ആവശ്യത്തിന് ഭക്ഷണമൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നു, നമുക്കിവിടെ ഇങ്ങനെ തിരിയാനും മറിയാനും ഒക്കെ നല്ല സ്പേസ് ഉണ്ട്, നീയും കൂടെ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒറ്റക്കാണെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ടായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ അവർ തമ്മിൽ പറഞ്ഞേക്കും. പക്ഷെ അപ്പോൾ ബുദ്ധിയുള്ള മറ്റവൻ പറയാണ്, നോക്ക്, നീ നിന്റെ കൈകാലുകളൊന്നും ഒഴിവാക്കണ്ട, അവയൊക്കെ നിനക്ക് ആവശ്യം വരും, ഇതിനേക്കാൾ വലിയൊരു ലോകം വരാനുണ്ട്, ആ ലോകത്ത് നിന്റെ കൈയും കാലും ഒക്കെ നിനക്ക് ആവശ്യം വരും, അതുകൊണ്ട് അതൊക്കെ ഇപ്പോൾ അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത ഈ ആദ്യത്തെ കുട്ടിയൊരു പക്ഷേ പറയും, ഏയ് ഇത് തന്നെയാണ് ഏറ്റവും വലിയ ലോകം, ഇതിനപ്പുറഞ്ഞൊരു ലോകമൊന്നുമില്ല, ഇവിടെ നമ്മൾ ആസ്വദിക്കന്നെ, ഇവിടെ കൈയും കാലും ഒന്നും ആവശ്യമില്ല. പിന്നീട് ജന്മം കിട്ടി ഈ ലോകത്തേക്ക് വരുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഈ ലോകത്തെ വെച്ച്, ഭൂമി ലോകത്തെ വെച്ച് ആ ഗർഭപാത്രത്തെ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ ആ ഗർഭപാത്രം ഒരു ചെറിയ സാധനമായിരുന്നു, വളരെ ചെറിയൊരു ലോകമായിരുന്നു. അത് ഇങ്ങോട്ട് എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇതേപോലെ ചില ആളുകൾ പറയാണ്, ഈ ഭൂമി ലോകം തന്നെയാണ് ഏറ്റവും അവസാനത്തെ ലോകം, ഇനിയൊരു ലോകമൊന്നുമില്ല, ഇതാണ് ഏറ്റവും വലിയ ലോകം, ഇവിടെ നമ്മൾ ആസ്വദിക്കന്നെ, പരമാവധി ആസ്വദിക്കന്നെ, ഇവിടെ ഇത് കഴിഞ്ഞാൽ ഇനിയൊരു ലോകമൊന്നുമില്ല. ബുദ്ധിയുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ലാട്ടോ, ഇതൊരു ചെറിയ ലോക, ഇതൊരു കുഞ്ഞു ലോകമാണ്, യഥാർത്ഥത്തിലുള്ള വലിയ ലോകം, ചിന്തിക്കാൻ പോലും പറ്റാത്ത ലോകം അത് വരാനിരിക്കുന്നുണ്ട്. ആ ലോകത്തേക്കുള്ള പരീക്ഷയാണ് നമ്മളിവിടെ എഴുതുന്നത്. ആ പരീക്ഷ ഭംഗിയായി എഴുതാനുള്ള ഏതാനും ചെറിയ മണിക്കൂറുകൾ മാത്രമാണ് ഈ ഒരു ലോകത്ത്, ഈ പരീക്ഷാ ഹാളിൽ നമ്മൾ ചെലവാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ആ അടുത്ത ലോകത്തേക്ക് വേണ്ടി തയ്യാറാവുകയാണ് വേണ്ടത്. ബുദ്ധി ഇല്ലാത്തവർ പറയും, ഏയ് നിനക്കൊക്കെ നഷ്ടം സംഭവിച്ചു, മാക്സിമം പരമാവധി ആസ്വദിച്ചോളുക, എന്നിട്ട് അങ്ങനെ ഒരു ലോകമൊക്കെ, അങ്ങനെയൊക്കെ ലോകം സ്വപ്നം കണ്ട് നീ അങ്ങനെ ജീവിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ സത്യവിശ്വാസികളായ ബുദ്ധിയുള്ള അള്ളാഹു 2 ലോകത്തെക്കുറിച്ചും അറിവ് നൽകിയ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെയുള്ള പ്രവാചകന്മാരെ കൊണ്ട് നമുക്ക് വിവരം തന്നു, അങ്ങനെ ഒരു ലോകം വരാനുണ്ട്. ആ ലോകമുണ്ട് എന്ന് വെറുതെ വിശ്വസിക്കാനല്ല,
കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഏതൊരു മനുഷ്യനും ബുദ്ധിയോടുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലോകമുണ്ട് എന്ന് തിരിച്ചറിയാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല.